അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. കല്ല്, മുടി, ചൂയിങ്ങം വർഷങ്ങളോളം ദഹിക്കാതെ വയറ്റിൽ കിടക്കുമോ? ചോദ്യത്തിന് ഉത്തരവുമായി പോകാം വീഡിയോയിലേക്ക്. പലപ്പോഴും ചില ഭക്ഷ്യവസ്തുക്കൾ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നു. അതിന് കാരണം ആ ഭക്ഷണത്തിന്റെ കാഠിന്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളോ ആയിരിക്കാം. പൊറോട്ട അതിന് ഉദാഹരണമാണ്. പലപ്പോഴും ഇത് ദഹിക്കാൻ സാധാരണ ഭക്ഷണത്തെക്കാൾ സമയമെടുക്കുന്നു. എന്നാൽ ചില വസ്തുക്കൾ വർഷങ്ങളോളം വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്നു. എന്നാൽ എന്താണ് ഇതിന് കാരണമെന്ന് അറിയാമോ? അതിലുപരി അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും നമുക്ക് നോക്കാം. പലപ്പോഴും ഇതൊരു മിഥ്യ എന്നതാണ്. ദഹിക്കാത്ത ചില വസ്തുക്കൾ പലപ്പോഴും കുറച്ചു സമയത്തേക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അവയ്ക്ക് അതേ രൂപത്തിൽ തുടരാൻ സാധിക്കുകയില്ല. വർഷങ്ങളോളം ഇവ വയറ്റിൽ അങ്ങനെ ദഹിക്കാതെ കിടക്കുകയുമില്ല. ഇവ സാധാരണയായി പെട്ടെന്ന് തന്നെ വിസർജ്യ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നു. അത്തരത്തിലുള്ള ചില വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കല്ലുകൾ, പഴങ്ങളുടെ വിത്തുകൾ. കല്ലുകൾ, പഴങ്ങളുടെ വിത്തുകൾ എന്നിവ പലപ്പോഴും പെട്ടെന്ന് ദഹിക്കുകയില്ല. ഇത് സാധാരണയായി ദഹന വ്യവസ്ഥയിലൂടെ കടന്നു പോകുകയും പിന്നീട് അവ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ സംഭവിക്കണം എന്നുമില്ല. പലപ്പോഴും വളരെ അപൂർവമായി ഇവയുടെ വലിപ്പം കൂടുതലാണെങ്കിൽ ഇവ ചെറിയ രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ പിന്നീട് ഇവ തനിയെ തന്നെ ഇല്ലാതാവുന്നു. ഇത്തരം അവസ്ഥയിൽ നാം വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ദഹിക്കാത്ത അവസ്ഥയിൽ അവ വയറുവേദന പോലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. പക്ഷെ അവ വർഷങ്ങളോളം ദഹിക്കാതെ കിടക്കണം എന്നില്ല. മുടി. പലപ്പോഴും മുടി വയറ്റിലെത്തുന്നത് അപകടകരമായ അവസ്ഥകൾ ഉണ്ടാക്കുമെങ്കിലും അതിനെ ഗുരുതരമായി കാണേണ്ടതില്ല. മുടി കഴിക്കുന്ന സ്വഭാവക്കാർ നിരവധി പേരുണ്ട്. ഇതിനെ ട്രൈക്കോബസോർസ് എന്നാണ് പറയുന്നത്. ഹെയർ ഈറ്റിംഗ് ഡിസോർഡർ. പലപ്പോഴും ഇവ ആമാശയത്തിൽ അടിഞ്ഞുകൂടുകയും അതൊരു ഹെയർ ബോൾ കണക്ക് രൂപപ്പെടുകയും ചെയ്യുന്നു. ട്രൈക്കോഫാഗ്യ ശീലമുള്ള വ്യക്തികൾ ഇത് സാധാരണയായി കാണപ്പെടുന്നു. എന്നാൽ മുടി വർഷങ്ങളോളം ദഹിക്കാതെ കിടക്കുന്നില്ല. പക്ഷെ വിഴുങ്ങിയ മുടി ആവശ്യത്തിന് വലുതാണെങ്കിൽ അവ അസ്വസ്ഥം ഉണ്ടാക്കുകയും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് പലരും ചികിത്സ തേടുകയുള്ളൂ. ചുയിങ്ങം ദഹിക്കില്ല. പക്ഷെ ഇത് സാധാരണയായി ദഹന വ്യവസ്ഥയിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇത്തരം അവസ്ഥകളിൽ ഇവ കൂടുതൽ സമയം വയറ്റിൽ തന്നെ നിലനിൽക്കും എന്ന് പലരും ചിന്തിക്കുന്നു. അത്യന്തമായ അപകടമാണ് ഇതുണ്ടാക്കുന്നതെന്ന ചിന്ത പലരിലും ഉണ്ടാവുന്നു. വലിയ അളവിൽ തന്നെ ഇവ കഴിക്കുന്നത് പലപ്പോഴും കുട്ടികളിൽ തടസ്സമുണ്ടായേക്കാം. പ്രത്യേകിച്ച് ഇതോടൊപ്പം കുട്ടികളിൽ മലബന്ധം കൂടി ഉണ്ടെങ്കിൽ സംഗതി പ്രശ്നത്തിലാകും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ഗൗരവത്തോടെ കുട്ടികളിൽ കണക്കാക്കണം. എങ്കിലും വർഷങ്ങളോളം ഇത് ദഹിക്കാതെ കിടക്കില്ല എന്നതാണ് സത്യം. എങ്കിലും ദഹന പ്രശ്നങ്ങളെ കുറിച്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ കൃത്യമായ വിവരങ്ങൾക്കും ഉപദേശത്തിനും ഒരു നല്ല ആരോഗ്യ വിദഗ്ധനെ ബന്ധപ്പെടുന്നത് നല്ലതാണ്. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.